ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചോക്ലേറ്റ് കേക്ക്. അതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ഫ്ലവറൊക്കെ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 4 മുട്ട വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്കായിട്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ടാണ് ഞാൻ അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 125 ഗ്രാം ചോക്ലേറ്റിലും 125 ml വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുള്ളതാണ് ചോക്ലേറ്റ് ഗനാഷ്. കേക്ക് 3ആയിട്ട് കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് കോഫിയുടെ പൗഡർ ചേർത്തിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ളൊരു കേക്കാണ് ഈ ഒരു കേക്ക്. എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നിങ്ങൾക്ക് നട്ട്സോ ചോക്ലേറ്റ് ചിപ്സോ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കേക്ക് മൊത്തത്തിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് എടുക്കാം. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കേക്കാണ്. ഇതിനി ഫൈനൽ കോട്ട് കൊടുക്കാം. സൈഡൊന്നും ഒരുപാട് അങ്ങ് ഫിനിഷാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് സൈഡിലൊക്കെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കസ്റ്റമർ തന്നിട്ടുള്ള ഒരു ഫോട്ടോ അനുസരിച്ചിട്ടാണ് ഇതിൽ ഫ്ലവറൊക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സൈഡും മുകൾ ഭാഗമൊക്കെ കുറച്ചൊന്ന് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത് എന്നിട്ട് വേണം ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് പുറത്തെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലൂടെ കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. സൈഡിലും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് ചെയ്യുന്നതിൽ നല്ലത് ഇതേപോലെ ഒരു സ്പാച്ചില വെച്ചിട്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഗ്രീൻ കളറിലുള്ള കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ആ നോസിൽ കുറച്ച് വലുപ്പം കൂടിയിട്ടുള്ള ഹോളാണ് അതിനുള്ളത്. അതുകൊണ്ട് അത്ര ഭംഗിയിൽ വന്നിട്ടില്ല. അപ്പോൾ എടുക്കുമ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ റോസൊക്കെ ചെയ്യുന്ന ചെറിയ നോസിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയിൽ നല്ലൊരു ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ കേക്ക് ബാക്കിയെല്ലാം ഫ്ലവറും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെമ്മിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുള്ള ഗ്രീൻ കളറുള്ള ക്രീം എടുക്കുമ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ എൻഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. നോസിൽ ഏറ്റവും ചെറിയ ഹോളുള്ളത് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലായിടും ഇതേപോലെ ഫ്ലവർ ചെയ്തെടുക്കാം. ഇനി മൊട്ട് പോലെ നിൽക്കാനായിട്ട് കുറച്ച് പൈപ്പിംഗ് ബാഗിൽ ഇങ്ങനെ ക്രീം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് റെഡ് കളറിലുള്ള വിപ്പിംഗ് ക്രീം ഒരു ചെറിയൊരു പൈപ്പിംഗ് ബാഗിൽ ഇങ്ങനെ ഹോളിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബഡായിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും. ഗ്രീൻ കളറിലുള്ള വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഓരോ ഫ്ലവറിലും ഇതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഹോളിട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നോസിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. കാണാൻ നല്ല ഭംഗിയുള്ളൊരു കേക്കാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഐഡിയ അനുസരിച്ചിട്ടൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്.
ഈ കേക്കിലേക്ക് പേരെഴുതി കൊടുക്കുന്നത് ഞാൻ കുറച്ച് ഫോണ്ടൻറ്റ് പരത്തിയിട്ട് അത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ടാണ് പേരെഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്